അമ്മത്തേക്ക് ഞാനൊരു ഗിഫ്റ്റ് തരട്ടെ? പ്ലീസ് അക്സെപ്റ്റ് ദിസ് ഫ്രം മീ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. സോ ഇന്ന് ഐ എം ടേക്കിംഗ് യു ടു ദാറ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. മഞ്ജു ചേച്ചൻ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അതിനുവേണ്ടി പ്രിപ്പയർ ആകുമ്പോഴും ട്രെയിൻ പിടിച്ച് ആലപ്പുഴയ്ക്ക് പോകുമ്പോഴും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ആസ് എൻ ഓവർ തിങ്കർ ഞാൻ നെഗറ്റീവ്സ് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ടെൻഷനോടൊപ്പം ഇത് നടക്കുമോ എന്നുള്ളൊരു ഡൗട്ടും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പുറകെത്തുമ്പോൾ വാഴ വെട്ടി ഉണ്ണിക്കാമ്പെടുത്ത് ഉപ്പേരി വെക്കുന്ന എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ എടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ ടു മീറ്റ് മൈ ഫേവറേറ്റ് പേഴ്സൺ എന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബൈ ദ ബൈ, ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇടാൻ വേണ്ടി മാത്രമായിട്ട് സ്റ്റൈൽ യൂണിയൻ നിന്ന് വാങ്ങിച്ചതാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ഗംഗ ഒരു സൈഡിൽ ഇൻ്റർവ്യൂ നടക്കുമോ, നല്ലതാവോ, എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ എന്നിലെ വൈബ്രൻറ്റ് നാഗവല്ലി ഔട്ട്ഫിറ്റ് പർച്ചേസും ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നും ഇതേപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ ഡ്രസ്സും ഹെയറും ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പെർഫ്യൂം അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മിസ്റ്റർ അതുൽ കുമാർ ടി വി വന്നിട്ട് എൻ്റെ ഉള്ള എല്ലാ പെർഫ്യൂമും ഓസിക്ക് എടുത്ത് അടിക്കാൻ പെർഫ്യൂമിൽ കുളിക്കാൻ വന്നത്. പരിചയപ്പെടുത്താൻ മറന്നു, ദിസ് ഇസ് മൈ കൊളീഗ് ദ മെയിൻ ക്യാമറാമാൻ. മൈജിയിലെ എൻ്റെ ഡേ 1 തൊട്ട് ഞാൻ അറിയാതെ എൻ്റെ ബാഗിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കാൻ പോലും മടിയില്ലാത്ത ഒരു വല്ലാത്ത ജാതി മനുഷ്യൻ. ഇതേ കണ്ടില്ലേ, എൻ്റെ അടുത്ത സ്പ്രേ എടുത്തു. അങ്ങനെ റെഡിയായി ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഓൾ സെറ്റ് ഫോർ ദ ഇൻ്റർവ്യൂ എന്ന് ഉറപ്പുവരുത്തി മഞ്ജു ചേച്ചിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ എടുത്ത് നമ്മൾ ലൊക്കേഷനിലെത്തി. ആൻഡ് ഹിയർ കംസ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നേരെ കയറി വന്ന് എനിക്കൊരു ഷേക്ക് ഹാൻഡും തന്നു. ഞാൻ എൻ്റെ ഉള്ളിൽ ഡയറി മിൽക്ക് ഷോർട്സ് പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ വന്നപ്പോൾ തൊട്ട് ചേച്ചിക്ക് എന്നെ നല്ലോണം കംഫർട്ടാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പേര് ചോദിച്ചു, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു, എന്നോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. ഞാൻ ആകെ നെർവസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയണമെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് ഡോണ്ട് വറി, നമുക്കൊരു ഫ്ലോയിൽ അങ്ങ് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇത്രയും വലിയൊരു സെലിബ്രിറ്റീനെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ എനിക്ക് മെല്ലെ മെല്ലെ മാറി തുടങ്ങി. എൻ്റെ ഓരോ ക്വസ്റ്റ്യനും ചുമ്മാ ഒരു ആൻസർ എന്ന് പോകാതെ വളരെ കാമായിട്ട് ഹാപ്പി ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ആൻസറൊക്കെ തന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എന്ന്. അന്ന് ഞാനത് പറയുമ്പോൾ ഐ ജസ്റ്റ് മെന്റ് മഞ്ജു വാര്യർ ആസ് എൻ ആക്ടർ. പക്ഷേ ഇന്ന് ഐ റിയലി മീൻ മഞ്ജു വാര്യർ ആസ് എ പേഴ്സൺ ഇസ് ദ ബെസ്റ്റ്. അതിന് ആക്ച്വലി വേറൊരു കാരണം കൂടി ഉണ്ട്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 monthsന് ശേഷം ഞാൻ കൊച്ചിയിൽ വെച്ച് ചേച്ചീനെ മീറ്റ് ചെയ്തപ്പോൾ ഇതേ പേടിയും ടെൻഷനുള്ളിൽ വെച്ച് ഞാൻ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് അടുത്തോട്ട് പോയിരുന്നു. എന്നെ കണ്ട ഉടനെ എന്നെ ചേർത്ത് പിടിച്ച് എന്നോട് ചോദിക്കുക, എവിടെ മോതിരം എവിടെയെന്ന്. ഐ മീൻ സീരിയസ്ലി, എന്നെ ഓർമ്മയുണ്ടെന്ന് മാത്രമല്ല എന്നെ അത് അറിയിക്കുകയും ചെയ്തു, എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. എന്നെ പോലൊരാൾക്ക് ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? ഷീസ് ശരിക്കലും അടിപൊളി, എ റിയൽ ജെം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റായിട്ട് ഞാൻ ആ മോതിരം ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു ഹാപ്പി മെമ്മറി ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്കും സന്തോഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒരു നല്ല മനുഷ്യനാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ശരി, പിന്നെ കാണാം.